ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കപ്പുച്ചീനോ റെസിപ്പി ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയത്. ഒരിടയ്ക്ക് യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി നിന്ന ഡൽഗോണ കോഫിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കപ്പുച്ചീനോ ചെയ്ത പോലെ തന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പെർഫെക്ഷനോടെയും അതേ ടേസ്റ്റോടെയും തന്നെ വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഈ ഒരു ഡൽഗോണ കോഫി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോഫി ഉണ്ടാക്കുമ്പോൾ തണുപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന ആ കോഫിയുടെ ക്രീം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിച്ചാലും മതി. അതേപോലെ തന്നെ നമ്മൾ ചൂടാക്കിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഡൽഗോണ കോഫി ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഡൽഗോണ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ കോഫി പൗഡർ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ 2 രൂപയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 പാക്കറ്റുണ്ട്. നമ്മൾ 3 കപ്പിലാണ് ഡൽഗോണ കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 പാക്കറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിപ്പ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. വിപ്പ് ചെയ്യുന്ന പാത്രം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചെറിയ പാത്രമായിരിക്കണം. കാരണം നമ്മൾ ഒറ്റ ബ്ലേഡ് ഇട്ടാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ക്രീം വിപ്പ് ചെയ്യുന്ന പോലെ വലിയ പാത്രത്തിൽ 2 ബ്ലേഡ് ഇട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഹാൻഡ് വിസ്കോ സ്പൂണോ ഫോർക്കോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ 3 പാക്കറ്റ് കോഫി പൗഡർ ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നോർമൽ വാട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിൽ ചേർക്കുന്നത്. വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോഫിയും പഞ്ചസാരയും ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ ഇതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ കോഫിയുടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായിട്ടാണ് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾ ഹാൻഡ് ബീറ്റർ വെച്ച് ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ കോഫിയുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡൽഗോണ കോഫി സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഡൽഗോണ കോഫി സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം കോഫി ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാ ഗ്ലാസ്സിലും കോഫി ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ തണുപ്പിന് ആവശ്യത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഐസ് ക്യൂബ്സൊക്കെ ഇപ്പം ഗ്ലാസ്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ തിളപ്പിച്ച പാല് അതിൻ്റെ തണുപ്പൊന്ന് മാറിയ ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തണുപ്പ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ പാലിൻ്റെ ചൂട് ഒന്ന് മാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് മാത്രമേ ഇവിടെ തണുപ്പിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ക്രീമിനും പാലിനും തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നതാണ്. അപ്പം ഞാൻ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അധികം തണുപ്പ് ഇതിലോട്ട് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇപ്പോൾ ഈ 3 ഗ്ലാസ്സിലും ഞാൻ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് ഒഴിച്ചതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ ബാക്കി വച്ചിരുന്ന കോഫി ക്രീം ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ.
അപ്പോൾ ഈ കോഫി ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ടിരുന്നാലേ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കത്തുള്ളൂ. പിന്നെ ഈ പാല് തണുത്ത പാലായത് കാരണം ഇതിൻ്റെ മുകളിൽ തന്നെ ഈ സ്റ്റിഫ് ക്രീം ഇങ്ങനെ കിടന്നോളും, താന്ന് പോകത്തില്ല. പാല് ചൂടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്രീം ഇതിലോട്ട് താന്നു പോകും. അപ്പം ഞാൻ 2 കപ്പിലിരിക്കുന്ന ക്രീം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഗ്ലാസ്സിലിരിക്കുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ചെയ്ത ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്ലാസ്സിലെ ക്രീം മിക്സ് ചെയ്തു. വലിയ ഗ്ലാസ്സിലത് മിക്സ് ചെയ്തിട്ടില്ല, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ചേർക്കുമ്പോൾ ഈ ഡൽഗോണ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചില്ലാണ് കേട്ടോ ഈ ഒരു സാധനം കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.